എൻ.ഡി.എയിലെ ഘടകകക്ഷികൾക്ക് സീറ്റുകൾ നൽകിയ കാര്യത്തിൽ വലിയ തരത്തിലെ പ്രതിഷേധമാണ് ബി.ജെ.പിയിലെ പല നേതാക്കന്മാർക്കും ഉള്ളത്. പ്രത്യേകിച്ചും മുതിർന്ന നേതാക്കന്മാരെ, ബി.ജെ.പിയിലെ ആദ്യകാല നേതാക്കന്മാരെ പലരെയും ഒഴിവാക്കിക്കൊണ്ട് ബി.ജെ.പി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയെന്ന ഒരു ആക്ഷേപവും ഇപ്പോൾ ശക്തിപ്പെടുകയാണ്. കേരളത്തിലെ പ്രമുഖരായ പല നേതാക്കന്മാരെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ചില യുവമോർച്ച നേതാക്കന്മാരുടെ പരാതി. പക്ഷേ ഈ പരാതി ആർക്കു മുന്നിലും പറയാൻ ഇവർ തയ്യാറാകുന്നില്ല. പട്ടിക പരിശോധിക്കുമ്പോൾ അത് വ്യക്തവുമാണ്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, അതായത് തിരുവനന്തപുരത്ത്, നേമത്തും കഴക്കൂട്ടത്തുമാണ് പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്നത്. ഇവിടെ രണ്ടിടത്തും അവരുടെ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ തന്നെയുണ്ട്. നേമത്ത് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും മത്സരിക്കുന്നുണ്ട്. കാട്ടാക്കടയിൽ പി.കെ. കൃഷ്ണദാസാണ്. പക്ഷേ തിരുവനന്തപുരം ജില്ല കഴിഞ്ഞാൽ പിന്നീട് കൊല്ലത്തേക്ക് എത്തുമ്പോൾ ചാത്തന്നൂരിൽ മാത്രമാണ് അവരുടെ പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥിയുള്ളത്, ബി ഗോപകുമാർ. ഇതിനിടയിൽ ആലപ്പുഴയിലും എറണാകുളത്തും തൃശ്ശൂരും ഒന്നും തന്നെ പ്രമുഖരായ ബി.ജെ.പി നേതാക്കന്മാരെ മത്സരിപ്പിക്കുന്നില്ല എന്നാണ് വലിയ പരാതി. ഒരു പക്ഷേ അന്തിമ പട്ടിക വരുമ്പോഴേക്കും അവരെ ഉൾപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷ നേതാക്കന്മാർക്കുണ്ട്. പക്ഷേ അതിനും അപ്പുറമുള്ള വലിയ പരാതി എൻ.ഡി.എയിലെ ഘടകകക്ഷിയായ ബി.ഡി.ജെ.എസിനും ഒപ്പം 2020-ക്കും സീറ്റുകൾ പങ്കുവച്ച് നൽകിയ കാര്യത്തിലാണ്. എറണാകുളം ജില്ലയിൽ, പ്രത്യേകിച്ചും തൃപ്പൂണിത്തുറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബി.ജെ.പി വിജയം പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ തൃപ്പൂണിത്തുറയിൽ 2020-ക്ക് സീറ്റ് നൽകിയതാണ് ഏറ്റവും വലിയ ആരോപണമായി ബി.ജെ.പി നേതാക്കന്മാർ ഉന്നയിക്കുന്നത്. ബി.ജെ.പിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കാണ് തൃപ്പൂണിത്തുറയെന്ന് അവർ അവകാശപ്പെടുന്നു. അവിടേക്ക് ഇപ്പോൾ മാത്രം എൻ.ഡി.എയിൽ ഘടകകക്ഷിയായ 2020-ക്ക് സീറ്റ് കൊടുത്തതാണ് പലർക്കും വിയോജിപ്പുള്ളത്. അതും സിനിമാ മേഖലയിൽ നിന്നുള്ള ആളോ അല്ലെങ്കിൽ മറ്റാരോ ആയിക്കോട്ടെ, മത്സരിക്കുന്ന ആളിനെതിരെ വിയോജിപ്പോ ഒന്നും തന്നെയില്ല. പക്ഷേ താമര ചിഹ്നത്തിൽ മത്സരിക്കേണ്ട സ്ഥലത്ത് മറ്റൊരു ചിഹ്നം എത്തുന്നതിനോടുള്ള വിയോജിപ്പാണ് കൊച്ചിയിലുള്ള ബി.ജെ.പി നേതാക്കന്മാർക്ക് തൃപ്പൂണിത്തുറയുടെ കാര്യത്തിൽ പറയാനുള്ളത്. അവിടെ മാത്രമല്ല, മറ്റു ചില മണ്ഡലങ്ങളുടെ കാര്യത്തിലും പരാതികൾ വലുതായിട്ടുണ്ട്. പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയിൽ ശബരിമല ഉൾപ്പെടുന്ന, ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ സമരങ്ങൾ നടന്ന പ്രദേശമാണ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയമസഭാ മണ്ഡലവും റാന്നി നിയമസഭാ മണ്ഡലവും. ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും ഘടകകക്ഷികൾക്ക് നൽകിയതിലാണ് ബി.ജെ.പിക്ക് ഇപ്പോൾ വലിയ തരത്തിലുള്ള വിയോജിപ്പുള്ളത്. പ്രത്യേകിച്ചും ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് നിരവധി പേർ അറസ്റ്റിലായതും അറസ്റ്റ് വരിച്ചവരെ ജയിലിലടച്ചതുമൊക്കെ ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലെയും ജയിലുകളും പോലീസ് സ്റ്റേഷനുകളിലുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത്, ശബരിമലയുടെ പേരിൽ അല്ലെങ്കിൽ ശബരിമല വിഷയങ്ങളുടെ പേരിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ ആ ജില്ലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങൾ ഘടകകക്ഷികൾക്ക് നൽകിയതിനോട് അവർക്ക് പരിപൂർണമായ വിയോജിപ്പുണ്ട് എന്ന്. ആറന്മുളയിൽ മത്സരിക്കുന്നത് ബി.ഡി.ജെ.എസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചത് ബി.ജെ.പിയുടെ യുവസാരഥിയായിരുന്നു. ഇത്തവണ ബി.ജെ.പിയുമില്ല, യുവസാരഥിയുമില്ല. പകരം ബി.ഡി.ജെ.എസിൻ്റെ നേതാക്കൾ എത്തുന്നു. ഇതിനെതിരെയാണ് പ്രതിഷേധം. കഴിഞ്ഞ പ്രാവശ്യം ബി.ജെ.പിക്ക് കിട്ടിയ വോട്ടിൻ്റെ പകുതി പോലും ഇത്തവണ ബി.ഡി.ജെ.എസിന് കിട്ടില്ല എന്നാണ് ബി.ജെ.പിയിലെ പല നേതാക്കന്മാരും പറയുന്നത്. റാന്നിയിലേക്ക് എത്തുമ്പോൾ, അതായത് ശബരിമല ഉൾപ്പെടുന്ന റാന്നിയിലേക്ക് എത്തുമ്പോൾ ഗതി മറ്റൊരു തരത്തിലേക്കാണ്. പുതുതായി എൻ.ഡി.എ സഖ്യത്തിലെത്തിയ 2020-ക്കാണ് അവിടെ സീറ്റ്. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാലും ഇല്ലെങ്കിലും അവിടെ വലിയ തരത്തിലുള്ള എതിർപ്പ് ബി.ജെ.പി നേതാക്കന്മാർ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോന്നിയിൽ മാത്രമാണ് ബി.ജെ.പി പത്തനംതിട്ട ജില്ലയിൽ മത്സരിക്കുന്നത്. ഇതുതന്നെ ആലപ്പുഴയിലെ കാര്യത്തിലും. ആലപ്പുഴയിൽ ചെങ്ങന്നൂരിനെ ചൊല്ലിയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ തർക്കം. ചെങ്ങന്നൂരിലേക്ക് എത്തുമ്പോഴേക്കും ചെങ്ങന്നൂരിൽ മത്സരിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ആളിനെ അവിടെ മത്സരിപ്പിക്കാതെ പകരം മറ്റൊരാളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുമാത്രവുമല്ല, വിജയം പ്രതീക്ഷിക്കുന്ന മറ്റു ചില നേതാക്കന്മാർ, അതായത് P.S. ശ്രീധരൻപിള്ള, അദ്ദേഹത്തെ ചെങ്ങന്നൂർ മത്സരിപ്പിക്കാൻ ആലോചിച്ചിരുന്നതായിരുന്നു. കുമ്മനം രാജശേഖരൻ, അദ്ദേഹത്തെയും ചെങ്ങന്നൂർ മത്സരിപ്പിക്കാൻ ആലോചിച്ചതായിരുന്നു. പക്ഷേ ഈ രണ്ട് നേതാക്കന്മാരെയും ഒഴിവാക്കിയിട്ട് മറ്റൊരാൾക്ക് ചെങ്ങന്നൂർ കൊടുക്കുന്നു. ഹരിപ്പാടേക്ക് വേറൊരു സ്ഥാനാർത്ഥിയെ മാറ്റുന്നു. ഇത്തരത്തിൽ മധ്യ കേരളത്തിലെ ആലപ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ
വലിയ തരത്തിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ വീഴ്ചയുണ്ടായി എന്നാണ് BJP നേതാക്കന്മാരുടെ പരാതി. മലയോര മേഖലയിലും BJPക്ക് കാര്യമായ പരിഗണന കിട്ടിയില്ല എന്ന് ഒരു വിഭാഗം നേതാക്കൾക്ക് പരാതിയുണ്ട്. BDJSനും 2020-ക്കുമൊക്കെ അവിടെ പ്രാധാന്യം നൽകിയെന്നാണ് ഒരു പരാതി. തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ സ്വന്തമായി പാർലമെൻറ്റ് മണ്ഡലം, അതായത് പാർലമെൻറ്റിൽ വിജയിച്ച മണ്ഡലം എന്ന് BJP അവകാശപ്പെടുന്ന തൃശ്ശൂരിൽ BJPക്ക് അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥികൾക്ക് പരിഗണന ലഭിക്കുന്നില്ല എന്നും മുതിർന്ന നേതാക്കന്മാരെ അവിടെ ഒഴിവാക്കുന്നുവെന്നുമാണ് മറ്റൊരു പരാതി. അങ്ങനെ കേരളത്തിൽ ഉടനീളം BJP സ്ഥാനാർത്ഥി നിർണയത്തിലും സീറ്റുകൾ ഘടകകക്ഷികൾക്ക് കൊടുത്ത കാര്യത്തിലും വലിയ ആക്ഷേപങ്ങൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇത് ചർച്ചയാവാതെ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുകയാണ് BJP സംസ്ഥാന നേതൃത്വം. പഴയ നേതാക്കന്മാരിൽ നിന്ന് കിട്ടാവുന്നതിലധികവും കിട്ടിക്കഴിഞ്ഞു എന്നാണ് ചില പുതിയ നേതാക്കന്മാരുടെ ചിന്ത. അതുകൊണ്ട് തന്നെ യുവതലമുറ മത്സരിക്കട്ടെ, അവരിൽ നിന്ന് ചിലപ്പോൾ ഒരു പക്ഷേ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള വിജയം നേടാൻ കഴിയുമെന്നും ചില BJP നേതാക്കന്മാർ പറയുന്നുണ്ട്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പുതിയ സംസ്ഥാന അധ്യക്ഷനും പുതിയ ഭാരവാഹികൾക്കും ഒരു പരീക്ഷണകാലം കൂടിയാണ്.